ഇഷ്ടമുള്ള അന്യമതസ്ഥരായ ആളുകൾക്ക് ടീച്ചർ സദ്യ വിളമ്പി കൊടുക്കാറുണ്ട്, ആഹാരം കൊടുക്കാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. ശരിയാണ്? അതൊരിക്കലൊരു കോപ്പ് കൊടുക്കാറുണ്ട്. കോപ്പ് കൊടുത്തിട്ട് ഈ ആടിനെ അറക്കാൻ പോകുമ്പോഴേ വെള്ളം കൊടുക്കാറില്ലേ, അതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വൺ വേ കൊടുക്കലല്ല, അവര് പെരുന്നാളിന് ഇങ്ങോട്ട്. ശശികലയുടെ ഒരു രീതി. നീണ്ട 20 വർഷക്കാലം സൗദി അറേബ്യയിൽ ജയിലിൽ കിടന്ന അബ്ദുൾ റഹീം എന്ന് പറയുന്ന ഒരു മലയാളി വലിയ സന്തോഷമാണ്. കാരണം വലിയ ഒരു ശ്രമം, മലയാളികളുടെ മുന്നിൽ വലിയ ശ്രമമാണ് ബാക്കി വീട്ടുന്നത് പ്രമോട്ട ബാക്കി വീട്ടുന്നത് വലിയൊരു 20 വർഷമാണ്. ഇതാണ് റിയൽ കേരള സ്റ്റോറി എന്നും പറഞ്ഞിട്ട് കുറെ ആൾക്കാർ സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലേ. നമ്മുടെ കേരളത്തിൽ ഒരു കുഞ്ഞൊരു കഥ മാത്രമേ ഉള്ളത്. ഒരുപാട് കഥകളുണ്ട് എടുത്തു വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് കേരള സ്റ്റോറി എന്ന് പറയാൻ വേണ്ടി. എനിക്ക് തോന്നുന്നു ശശികലയ്ക്ക് അങ്ങോട്ട് പിടിച്ചില്ലായിരുന്നു. ഇന്നലത്തെ പോസ്റ്റും കാര്യങ്ങളെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാവരും കണ്ടു കാണുമെന്ന് തോന്നുന്നുണ്ട്. ശശികലയ്ക്ക് അങ്ങോട്ട് പിടിച്ചിട്ടില്ലായിരുന്നു. കഷ്ടം, പുച്ഛം മാത്രമേ ശശികല. ഇതാണ് കേരള സ്റ്റോറി എന്ന് പറയുമ്പോൾ ശശികലയ്ക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ. ഈ അടുത്ത സമയത്ത് ഒരു കേരള സ്റ്റോറി 1ഉം 2 ഒക്കെ ഇറങ്ങിയപ്പോൾ എന്തൊക്കെയായിരുന്നു കൊര. ഇവളെ പോലുള്ള വിഷവിത്തുകളൊക്കെ നമ്മുടെ നിങ്ങൾക്ക് വീണ് പോയതാട്ടോ. ഇവരെ ടീച്ചർ എന്ന് വിളിക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നവരൊന്ന് മെൻഷൻ ചെയ്യണേ. ഇപ്പം 2 മിനിറ്റ് അങ്ങോട്ട് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ ടീച്ചർ എന്ന് വിളിക്കാനാ? ഓക്കെ, എന്തായാലും വിശകല കുറച്ച് ഇന്റർവ്യൂ ഉണ്ട്. ആരും സ്കിപ്പ് ചെയ്യാതെ ഈ ഒരു വീഡിയോ ഫുള്ള് കാണണം, പരമാവധി ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം, ഇവിടെ നിങ്ങൾക്ക് അഭിപ്രായം പറയാൻ വേണ്ടിയാണ് എൻ്റെ കമന്റ് ബോക്സ്. ഇവരെ ഇപ്പോഴുള്ളവരൊക്കെ വർഗീയത പടച്ചു വിടുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം, ഇവിടെ നിങ്ങൾക്കാണ് വോയിസ്. ഞാനൊരു കാര്യം പറയാം, ഇവിടുത്തെ ഒരു രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ എന്ത് കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങളുടെ തീരുമാനമാണ് അല്ലേ. ആര് വന്നാലും ഒരു MLA ആണെങ്കിലും MP ആണെങ്കിലും ഇവരൊക്കെ ഇങ്ങനെ കൊടിയിട്ട് കാറെ നടക്കുന്നെങ്കിലും നമ്മുടെയൊക്കെ ഔദാര്യം കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തും പറയാം, എന്ന് പറയാൻ റൈറ്റ്സും ഉണ്ട്. ഇവളെപ്പോലുള്ളവന്മാരൊക്കെ വർഗീയത പറഞ്ഞ് നടക്കുമ്പോൾ നിങ്ങൾ ജനങ്ങൾ പ്രതികരിക്കണം, അതാണ് വേണ്ടത്. ഈ അബ്ദുൾ റഹീമിനെ 34 കോടി രൂപ കൊടുത്തിട്ടാണ് നമ്മൾ അദ്ദേഹത്തിനെ തിരിച്ചു കൊണ്ടുവന്നത്. അവിടെ ഹിന്ദുവെന്നോ മുസ്ലിമോ ക്രിസ്ത്യനോ ഒന്നുമില്ല, കേരളം ഒറ്റ കണക്കായിട്ട് നിന്ന്. എന്നിട്ട് ഈ ശശികല പോലുള്ള വ്യക്തികൾ പറഞ്ഞു നടന്ന എന്താണ്, ഒരു 15 വയസ്സുകാരൻ ഭിന്നശേഷിയുള്ള ഒരു പയ്യനെ കൊന്നിട്ടാണ് അവൻ അവിടെ നിന്ന് ഇവിടെ വന്നതെന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇവരുടെ ഉള്ളിലെ വിഷം എത്രമാത്രമാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. തെറ്റായിട്ടുള്ള ഒരു സന്ദേശമല്ലേ ഇവർ കൊടുക്കുന്നത്. അപ്പൊ ഹിന്ദു എന്നില്ല, മുസ്ലിം എന്നില്ല, ക്രിസ്ത്യൻസ് ഇല്ല, ഒറ്റക്കെട്ടായിട്ടാണ് കൊടുത്തത്, ഒറ്റക്കെട്ടായിട്ട്. മനസ്സിലായോ? ഓക്കെ, എന്ത് ജന്മമാണെന്ന് ഞാൻ ആലോചിച്ച് പോയൊരു നിമിഷത്തേക്ക്. നേരത്തെ VD സതീശനോട് ഇത്ര കലിപ്പ് വരാനുള്ള കാരണം എന്താണെന്ന് എനിക്കറിയാവോ? അയാൾ ജയിച്ചു കഴിഞ്ഞിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ അതും ഒന്ന് വെച്ച് തരാം. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ അർജുൻ്റെ കേസായിട്ട് സംസാരിക്കാനുണ്ട്. അർജുൻ എല്ലാവർക്കും അറിയാലോ, അന്ന് ആക്സിഡന്റ് പറ്റി മരണപ്പെട്ട അർജുൻ, കർണാടകയിൽ വെച്ചുണ്ടായ അർജുൻ ലോറി. അതിന് മനാഫ് വന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മനാഫിനെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. മനാഫ് അന്ന് സപ്പോർട്ട് ചെയ്ത് ആ കുടുംബത്തിനെ നോക്കാം, എൻ്റെ മോനെ പോലുള്ള രീതിയിൽ അദ്ദേഹം സംസാരിച്ചപ്പം അവിടെയും വർഗീയത പറഞ്ഞു വന്ന് നോക്കുമ്പോൾ അർജുൻ്റെ ഭാര്യയും ഇയാളും തമ്മിൽ ഉള്ള ഒരു രീതിയിലാണ് ഈ പെണ്ണുമ്പളെ സംസാരിച്ച് വെച്ചത്. അന്നത്തെ കേരളത്തിലെ ജനങ്ങൾ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളൊക്കെ വേറൊരു കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ഇത് ഇത്ര വിഷവിത്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. ഈ സ്ത്രീ ഇത്ര എനിക്ക് അറപ്പ് മാത്രം തോന്നുന്ന ഒരു വ്യക്തി, ഞാൻ സത്യസന്ധമായിട്ട് പറയാലോ. ഓക്കെ, ഞാനൊരു വീഡിയോ വെച്ച് തരാം. എന്തിനെങ്ങനെ വളർത്തിയിട്ടും നിങ്ങൾ ആഹാരം കൊടുത്തിട്ടൊക്കെ എന്ത് കിട്ടാനാണ്? കേരളത്തിനെതിരായിട്ട് ഒരു കോംപ്രമൈസും ഇല്ല. സെക്യുലർ നിലപാടിനും മതേതര നിലപാടിനും ഒരു കോംപ്രമൈസും ഇല്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് കോംപ്രമൈസ് ചെയ്തിട്ടില്ല. പിന്നെ തെരഞ്ഞെടുപ്പ് VD സതീശനോട് ഇതാണ് കാര്യം. പിന്നെ പണ്ട് ഇതുപോലെ തന്നെ ശബരിമലയും ഈ പറയുന്ന ഗുരുവായൂരിലെയും പണവും കാര്യങ്ങളും ഒക്കെ സർക്കാർ മോട്ടിച്ച് കൈകാര്യം ചെയ്യുന്നുള്ളതെന്ന് പറഞ്ഞ് ഒരു കള്ള പ്രചരണം നടത്തിയ ഒരു സ്ത്രീയാണ്. അന്ന് പൊളിച്ചടിക്ക് 10 വർഷം മുമ്പ് കൊടുത്തത് VD സതീശൻ. ഓക്കെ, ഇവരുടെ വേറൊരു വീഡിയോ ഉണ്ട്, ഞാനൊന്ന് വെച്ചുതരാം.
അസ്വസ്ഥരായ ആളുകൾക്ക് ടീച്ചർ സദ്യ വിളമ്പി കൊടുക്കാറുണ്ട്, ആഹാരം കൊടുക്കാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. ശരിയാണ്? അതൊരിക്കലും ഒരു വൺ വേ ഒരു കൊടുക്കലല്ല. അവര് പെരുന്നാളിന് ഇങ്ങോട്ട് അവരെന്താണോ ഉണ്ടാക്കുന്നത് അത് ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നത് എന്താണോ അവർ ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുക. ഞങ്ങൾ എന്താണോ കഴിക്കുക അത് ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി തരും. അതിനൊക്കെ ഞങ്ങൾ കാലങ്ങളായുള്ള ബന്ധമാണ്. ഇതൊന്നും നമ്മൾ വ്യക്തികളെയോ കുടുംബങ്ങളെയോ അല്ല എതിർക്കുന്നത്. മുസ്ലിങ്ങൾ കുഴപ്പക്കാരാണെന്ന് എവിടെയോ പറഞ്ഞിരിക്കുന്നത്. നീ പറഞ്ഞിട്ടില്ലേ ഞങ്ങൾ മുസ്ലിം എവിടാന്നും പറഞ്ഞിട്ടില്ലെന്നുള്ള രീതി കേൾക്കണം. കള്ളങ്ങൾ കേൾക്കണം. നിങ്ങൾ ഒരു ഇന്റർവ്യൂ വരുമ്പോൾ അത് വളച്ചൊടിക്കാൻ നോക്കുന്നത്, എന്നിട്ട് ടീച്ചർ പറയുന്നതാണ് ശരി എന്നുള്ള രീതിയിലാണ്. ഇവറ്റയുടെയൊക്കെ ഒരു 10 ക്ലാസ് അറ്റൻഡ് ചെയ്ത് കളഞ്ഞാൽ നമ്മൾ മുടിഞ്ഞു പോകും. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അതുകൊണ്ട് ആരും പോകരുത്, കേൾക്കാൻ പോലും കൂട്ടാക്കരുത്. ചില ആശയങ്ങൾ അല്ലെങ്കിൽ ചില ആശയങ്ങൾ ഊന്നിക്കൊണ്ട് ചിലരുടെ പ്രവർത്തനം, അതിനെയാണ് നമ്മൾ എതിർക്കുന്നത്. ഒരു മതത്തെയും എതിർക്കുന്നില്ല, മുസ്ലിങ്ങളെയോ ക്രിസ്ത്യാനികളെയോ ഒരു ലോകത്തൊരു മതവിഭാഗത്തെയും എതിർക്കുന്നില്ല. പിന്നെ എന്തിനാണ് എന്റെ പൊന്നു ടീച്ചറെ ഇന്നലെ റഹീം, ഇത് നേരത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ, ഇന്നലെ റഹീം വന്ന സമയത്ത് ഈ സ്ത്രീ ആ ഒരു പോസ്റ്റ് ഇടേണ്ട ആവശ്യമുണ്ടായിരുന്നോ? നിങ്ങൾ തന്നെ പറ, ആ ഒരു സ്ത്രീ ഒരു പോസ്റ്റ് ഇടേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? ഒരു 15 വയസ്സുകാരനെ കൊന്നെന്നുള്ള രീതി വെച്ച് സംസാരിച്ചപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ആ ഉമ്മയുടെ കണ്ണീരിന്റെ വില അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ആ അമ്മ സ്വന്തം മകനെ കാണാൻ വേണ്ടി 20 വർഷം നിന്ന് നിൽപ്പ് അത് നിങ്ങളെപ്പോലുള്ളവർക്ക് മനസ്സിലാവത്തില്ല. കാരണം രാവിലെ ഇറങ്ങി വർഗീയത പറയാൻ ഇറങ്ങുന്നത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തറിയാം? ഒന്നും അറിയത്തില്ല. ഇന്നലെ സത്യം പറയാൻ ഞാൻ എൻ്റെ കമന്റ് ബോക്സിൽ ഞെട്ടിപ്പോയി. ഇത്രയും ഞാൻ ആ ഒരു ചുമ്മാ ജസ്റ്റ് ഒന്ന് ചെയ്തൊരു വീഡിയോ ആണിത്. പക്ഷെ ഇത്രയും ആൾക്കാർ ഈ ഒരു വ്യക്തിനെ വെറുക്കുന്നുണ്ടെന്ന് ഇന്നലെയാണ് എനിക്ക് മനസ്സിലായത്. ഇന്നലെ ഒരു ദിവസം ഞാൻ പറഞ്ഞല്ലോ, പരമാവധി ഈ വിഷയം ഷെയർ ചെയ്തേക്കണം. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും വേണം. ഇവിടെ നിങ്ങളാണ് ഇത് കാണുന്ന പ്രേക്ഷകരാണ്. ഇപ്പം ഞാനിവിടെ നിന്ന് സംസാരിക്കുന്നുണ്ടെങ്കിലും എനിക്ക് ഇത്ര സബ്സ്ക്രൈബർ ഉണ്ടെങ്കിലും എനിക്ക് ഇത്ര കൂടെ നിൽക്കുന്നത് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഉണ്ടോണ്ടാണ് ഞാനെന്ന് പറഞ്ഞ വ്യക്തി ഇപ്പോഴും ധൈര്യത്തോടെ ഈ ഒരു വീഡിയോ ഇടുന്നത്. കാരണം നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ നമ്മളെപ്പോലെ കുറച്ച് ആൾക്കാരെ കാണത്തുള്ളൂ. ഇവരെ പോലുള്ളവർ ഈ നാട് മുടിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളും കാര്യമൊക്കെ വരുമ്പം ഒട്ടും യോജിക്കാൻ പറ്റുന്ന കാര്യമല്ല. പിന്നെ അതുപോലെ തന്നെ ഈ ലീഗിൽപ്പെട്ട കുറെ ആൾക്കാർ ഇലക്ഷൻ സമയത്ത് ആടിന്റെ ഇത് അറുത്തിട്ട് അവിടെ കൊടിയൊക്കെ വെച്ച് പൊക്കുക, അതിനോടും എനിക്ക് ഒട്ടും യോജിപ്പില്ല. അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. പക്ഷെ ഇവരെ ഒരു വിഷമാണ്. ഇവര് വിഷം എന്ന് പറയാൻ വിഷം. ഞാൻ ശരിക്കും ഞെട്ടിപ്പോകുന്നൊരു, ഞാൻ ഓരോന്നിങ്ങനെ നോക്കി വരുമ്പോൾ ഇവര് നമുക്ക് ഒട്ടും അങ്ങോട്ട് യോജിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇവരുടെ പോസ്റ്റും കാര്യങ്ങളും ഒക്കെ. എന്റെ അയൽപ്പക്കാരുമായി എന്റെ വിദ്യാർത്ഥികളിൽ 90% മുസ്ലിങ്ങളാണ്. എന്റെ ശിക്ഷകരങ്ങളെല്ലാം അവരാണ്. അവരൊക്കെ എനിക്ക് അകറ്റാൻ പറ്റും? അവരൊക്കെ എനിക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ദോഷം ചെയ്തിട്ടുണ്ടോ? എന്നെ അവരെ സ്വന്തം പെറ്റമ്മയെ പോലെയൊക്കെ സ്നേഹിച്ചു എന്ന് എനിക്ക് അവരിൽ എന്തെങ്കിലും കളങ്കം കാണാൻ പറ്റും? ഒരിക്കലുമില്ല. നേരെ മറിച്ച് അവരെ പോലും ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, അവരിൽ ചെറിയ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തീവ്രവാദ പ്രവർത്തനമോ ഭീകരവാദ പ്രവർത്തനമോ മതംമാറ്റ പ്രവർത്തനമോ നടത്തുന്നുണ്ടെങ്കിൽ അതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കും. എന്താണ് ഈ തീവ്രവാദ പ്രവർത്തനം? പറ ചേച്ചി, പറ എന്താണ്? എവിടെയെങ്കിലും അവർ ഈ പറയുന്ന കൂട്ടോ വല്ല എറിയാൻ പോയോ? കത്തിച്ചോ? വല്ലതും ചെയ്തോ? ഇല്ല. അവിടെ പിന്നെ വേണം, എല്ലാവർക്കും ഉണ്ട് ജാതി മതവും കാര്യങ്ങളൊക്കെ വേണം, കുറച്ച് വേണം. പക്ഷെ ഇത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് പ്രചരിക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇന്നലെ ഒരു ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിലായിരുന്നു ഇവർ സംസാരിച്ചത്. ജനങ്ങള് കൂടുതലും ഈ പറയുന്ന മുസ്ലിംസിന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അത് ചേച്ചിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു മുസ്ലിം യുവാവിനെ അത്യാവശ്യം ആൾക്കാർ ഏറ്റുപിടിക്കുമ്പോൾ അതൊന്ന് ചേർത്ത് പിടിക്കാൻ പോലും അവരുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ പോലും സപ്പോർട്ട് ചെയ്യത്തില്ല. ഞാൻ ആലോചിക്കുകയാണ്, ഇങ്ങനെ അങ്ങ് കേരളം എങ്ങോട്ട് പോകും? ഇവിടെ മറ്റുള്ളവരെ പോലെ, ഇവിടെ മറ്റുള്ള നോർത്തിലെ പോലെ ഇവിടെ ആക്കാൻ സമ്മതിക്കൂല ചേച്ചി. നിങ്ങളെപ്പോലുള്ളവർ അതുപോലെ വിളമ്പുന്നുണ്ട് വിഷം. ദേവി ചെയ്തിട്ട് ഇങ്ങനെ തുടങ്ങല്ലേ. അതിനെയാണ് എതിർക്കുന്നത്, പ്രവർത്തനങ്ങളെയാണ് എതിർക്കുന്നത്, നയങ്ങളെയാണ് എതിർക്കുന്നത്, വ്യക്തികളെയല്ല, മതവിശ്വാസത്തെയല്ല, ആചാരത്തെയല്ല. ഈ വിഷകല അങ്ങനെയുള്ള വാക്കുകളാണ് അവർ ഉപയോഗിക്കുന്നത്. നമുക്ക് ചിലപ്പോൾ ഇതിന്റെ കുട്ടിക്കളിയാണോ തോന്നിപ്പോകും. കാരണം നിസ്കാരത്തിന് മുമ്പ് ഗുരു എടുക്കുമ്പോൾ കൈ ആദ്യം കഴുകണോ ചെവി ആദ്യം, ഇങ്ങനെയുള്ള വലിയ വിഷയങ്ങളാണ് അവർ വിതർക്കങ്ങൾ. അത് അഡ്രസ് ചെയ്യാൻ നമുക്ക് ഭയമാണ്. കാരണം അതൊക്കെ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാനൊക്കെ വിഷകലയാവുന്നത്. ഞാൻ പറയുന്നത് എവിടെയൊക്കെ കൊള്ളുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്കത് എവിടെയോ കൊള്ളുന്നുണ്ടെന്നുള്ളത്. അപ്പൊ നിങ്ങൾ റീച്ചിന് വേണ്ടിയാണോ അതൊക്കെ ചെയ്യുന്നത്? അറിയാൻ മേത്തോണ്ട് ചോദിക്കുകയാണ്. നിങ്ങൾ പറയുന്നത് കൊള്ളുന്നത് എന്താണെന്നറിയാമോ? കൊള്ളുന്നത് ഞങ്ങളെപ്പോലുള്ള ഹിന്ദുക്കൾക്കാണ് കൊള്ളുന്നത്. നല്ലതിനെ പോലും വളച്ചൊടിക്കുമ്പോൾ ഇപ്പൊ ജാതി വെച്ച് സംസാരിക്കുന്ന സ്ത്രീകൾ ഞാനും അങ്ങോട്ട് പറയാം, ഹിന്ദുവായ എനിക്ക് നാണക്കേടാണ് നിങ്ങളുടെ സംസാരം കേട്ടിട്ട്. ഇതിക്കുള്ള ഒരു അധപ്പതനം നിങ്ങൾക്ക് കിട്ടാനുണ്ടോ? കാരണം ഒരു ഹിന്ദുവായ യുവാവായ ഞാൻ എനിക്കിത് കാണുമ്പോൾ അറപ്പ് തോന്നുന്നു. ഞാൻ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി നിന്നാണ് സംസാരിച്ചിട്ടുള്ളത്. ഇത് തന്നെ ആയിരിക്കും ഓരോ വ്യക്തികൾ സംസാരിക്കുമ്പോൾ. വളരെ ചീപ്പാവല്ലേ സ്ത്രീയെ? ഇത്ര ചീപ്പാവരുത്. ഓക്കെ, ഇന്നലെ ഒരു ന്യൂസിൽ വന്നത് അതും വെക്കാം. പിന്നെ BD സജഷന്റെ കാര്യങ്ങളുണ്ട്, ബാക്കി അതും കൂടെ വെക്കാം. നാട്ടിലെത്തി അബ്ദുൾ റഹീമിനെ നാട്ടിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി മലയാളികൾ ഒന്നടങ്കം ഇടപെട്ടത്
അബ്ദുൾ റഹീമിന്റെ ഉമ്മയുടെ കണ്ണീര് കണ്ടിട്ടാണ്. ബോച്ചെ എന്ന് പറയുന്ന ഒരു മനുഷ്യ സ്നേഹിയാണ് ആദ്യം അബ്ദുൾ റഹീമിനെ നാട്ടിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി തെരുവുകൾ തോറും പിരിവ് നടത്തിയത്. ഭിക്ഷയാരിച്ച് അദ്ദേഹം പണം സമാഹരിക്കാൻ ഇറങ്ങിയത്. അതിനുശേഷമാണ് ഇവിടുത്തെ അബ്ദുൾ റഹീമിന്റെ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പോലും ഇക്കാര്യത്തിൽ ഇടപെട്ടത്. എന്തായാലും അബ്ദുൾ റഹീം ഇന്ന് നാട്ടിലെത്തിയ ആ ഉമ്മയുടെ കണ്ണീരിനൊരു ശമനം ഉണ്ടായി. എന്തായാലും അബ്ദുൾ റഹീമിനെ സംബന്ധിച്ചിടത്തോളം നഷ്ടങ്ങളൊക്കെ നഷ്ടം തന്നെയാണ്, അതൊന്നും തിരിച്ചു കിട്ടില്ല. എന്തായാലും നാട്ടിലെത്തിയല്ലോ, ജീവൻ തിരിച്ചു കിട്ടിയല്ലോ. ശശികല ബോബി ചെമ്മന്നൂർ എനിക്ക് തോന്നുന്നു ക്രിസ്ത്യാനിയാണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയത്തില്ല കേട്ടോ. ജാതി പറയുമെന്ന് തോന്നുന്നില്ല, ഇവിടെ ജാതി പറയുമല്ല, ജാതി മതം എന്തോ അല്ല ഇവിടുത്തെ വിഷയം. ആ ഒരു മനുഷ്യൻ ഇറങ്ങി അത്രയും തെരുവോളം നടന്നു. ചിന്തിക്ക് പോട്ടെ, അയാളൊരു മുസ്ലിമോ, എന്തായാലും അയാൾ മുസ്ലിം അല്ല, ക്രിസ്ത്യാനി ഹിന്ദു അങ്ങോട്ടാണ്, അപ്പോഴും അന്യമതമല്ലയോ. ഞാൻ ഒന്നും വിചാരിക്കുന്നത് ഈ നമ്മുടെ നാട്ടിലെ ജാതി മതം ഒന്നും വേണ്ട എൻ്റെ പൊന്നോ. ഞാൻ കൂടുതൽ എക്സാമ്പിൾ പറയാൻ പോയാലും അത് വെച്ച് വളച്ചൊടിക്കുക വേണമെങ്കിൽ ആ ഇനങ്ങളാണ്. ഇവിടെ ഒന്നും വേണ്ട. നാളെ നമ്മുടെ നാട്ടിലൊരു പ്രശ്നം വരുമ്പോൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കാൻ ഇവിടെ മലയാളികൾ വേണം. നാളെ ശശികലയ്ക്ക് എന്തെങ്കിലും ഒന്ന് പറ്റുവാണെങ്കിൽ, എന്തെങ്കിലും ഒരു ആവശ്യമാണെങ്കിൽ, അത് സോഷ്യൽ മീഡിയ വരുവാണെങ്കിൽ, ഞാനൊരു കാര്യം തുറന്നു പറയാം, അവിടെ ഹിന്ദു എന്നില്ല, മുസ്ലിം എന്നില്ല, ക്രിസ്ത്യൻ എന്നില്ല, എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. വേണമെങ്കിൽ ആൾക്കാർ വന്ന് കമന്റ് ഇടും, വിശകലയല്ലേ അവളെ തിരിഞ്ഞു നോക്കരുതെന്ന്. പക്ഷെ അങ്ങനെ പറഞ്ഞാലും മലയാളികൾ നിൽക്കും. അവർ ആദ്യത്തെ ചൂടും കാര്യങ്ങളുള്ള ഉള്ളിൽ സ്നേഹമുള്ളവരാ. പക്ഷെ ഇവരെപ്പോലുള്ളവരെയൊക്കെ സൂക്ഷിക്കണം. ചേട്ടൻ ബാക്കി പറ. ഇന്ന് അബ്ദുൾ റഹീമിന്റെ നാട്ടിലേക്കുള്ള മടങ്ങിവരവുമായി ബന്ധപ്പെട്ട് ആ ഉമ്മയുടെ കണ്ണീരൊന്നും ശശികലയ്ക്ക് ഒരു വിഷയമല്ല. ശശികല ഇന്ന് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: വീരാരാധനയാകാം, പക്ഷേ ഒരു കൊലക്കേസ് പ്രതിയെ, അതും ഒരു ഭിന്നശേഷിക്കാരൻ ബാലനെ കൊന്ന കേസിൽ ജയിൽവാസം കഴിഞ്ഞിറങ്ങിയ ഒരു പ്രതിയെ നമുക്കേ കഴിയൂ, മറ്റാർക്കും കഴിയില്ല, ഇത് കേരളമല്ലേ എന്നാണ് ശശികലയുടെ ചോദ്യം. എത്രയോ സംഭവങ്ങൾ നമ്മുടെ ഈ രാജ്യത്തുണ്ടായിട്ടുണ്ട്. ശശികല പറയുന്നതനുസരിച്ച് കേരളത്തിൽ ഇങ്ങനെ പല കാര്യങ്ങളും നടക്കാറുണ്ട് എന്നാണ് ശശികല പറയുന്നത്. മറ്റുള്ള സ്ഥലങ്ങളിലൊന്നും ഇത് നടക്കാറേ ഇല്ല എന്നുള്ളതാണ് ശശികലയുടെ കുറിപ്പിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർക്ക് അതിനുള്ള വിവരമേ ഉള്ളൂ ബ്രോ, അവർക്കുള്ള വിവരവും കാര്യങ്ങളൊക്കെ ഉള്ളു. കാരണം പടച്ചു വിടുന്നത്, കാരണം ഇവർക്കൊരു ഗ്രൂപ്പുണ്ട്, ആ ഗ്രൂപ്പിൽ എല്ലാം ഇട്ട് കൊടുക്കും, ചുമ്മാ കയറി അങ്ങ് ഡയലോഗ് അടിക്കും. വേറെ കുറെ അവന്മാരുണ്ടായിരുന്നു, ഞാൻ അവൻ്റെ ഒന്നും പേര് ഇവിടെ എടുത്ത് പറയുന്നില്ല, പറഞ്ഞാൽ ചിലപ്പോൾ കൂടിപ്പോകും. അവന്മാർക്കൊരു റീച്ച് ഉണ്ടാക്കാൻ ഞാൻ നോക്കുന്നില്ല. ഇനി ചേച്ചി പണ്ട് ശബരിമലയെ കുറിച്ച് പറഞ്ഞതിൻ്റെ ഒരു വീഡിയോ നേരിട്ട് കൊണ്ടുപോകുന്നു എന്ന് ഞാൻ പ്രസംഗിച്ചിട്ടുള്ള CD 24 മണിക്കൂറിനുള്ളിൽ റിപ്പോർട്ടർ ചാനലിലൂടെ കാണിക്കാൻ ഞാൻ VD സതീശൻ സാറിനെ വെല്ലുവിളിക്കും. വെല്ലുവിളി ഏറ്റെടുത്ത VD സതീശൻ 24 മണിക്കൂർ പിന്നിടുന്നതിന് മുമ്പേ തെളിവ് ഇതെന്താ സംഭവം നിങ്ങൾക്ക് അറിയാവോ? ശബരിമലയിലും നമ്മുടെ ഗുരുവായൂരിലെയും പണവും കാര്യങ്ങളും ഒക്കെ ഈ പറയുന്ന കോൺഗ്രസ് അങ്ങോട്ട് ഭരിച്ച സമയത്താണ് അവരെല്ലാം കൂടെ എടുത്തങ്ങും ചെലവാക്കുന്നു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അത് അന്ന് VD സതീശൻ 2015 അത് പുറത്തു കൊണ്ടുവന്നു. അണ്ണാക്കി പിരിവെട്ടിയ അവസ്ഥയായിരുന്നു നമ്മച്ചിട. ഞാനതിനെ വെച്ച് തരാം. റിപ്പോർട്ടർ TV ചാനലിൽ നടന്ന ചർച്ചയിൽ കേരളത്തിലെ ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളുടെ വരുമാനം സർക്കാർ ഖജനാവിലേക്കാണ് പോകുന്നതെന്നും ഇത് മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ് എന്നുള്ള സംഘപരിവാർ ശക്തികൾ കുറെ നാളുകളായി കേരളത്തിൽ എല്ലായിടത്തും നടത്തുന്ന പ്രചരണത്തിന്റെ കള്ളത്തരം പൊളിക്കാൻ ധാരാളം തെളിവുകൾ നിയമസഭയിൽ നടത്തിയ സബ്മിഷന്റെ മറുപടിയായി നമ്മുടെ ദേവസ്വം മന്ത്രി CVS ശിവകുമാർ നടത്തിയ പ്രസ്താവനയുടെ വിശദഭാഗങ്ങൾ ഞാൻ ചർച്ച ചെയ്യുകയുണ്ടായി. ഈ സമയത്ത് അതിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയും അങ്ങനെ ഒരു പ്രസംഗം തങ്ങളാരും നടത്തിയിട്ടില്ലെന്നും ആരങ്ങനെ ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ടെങ്കിൽ 24 മണിക്കൂറിനകം അതിന്റെ ഓഡിയോ ടേപ്പ് ഹാജരാക്കാൻ എന്നെ വെല്ലുവിളിക്കുകയുണ്ടായി ശ്രീമതി ശശികല ടീച്ചർ. ഞാൻ ആ വെല്ലുവിളി ചർച്ചയിൽ തന്നെ ഏറ്റെടുക്കുകയും ഇന്ന് പോയി ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ ആ പോസ്റ്റിനോടൊപ്പം ശശികല ടീച്ചർ ചാലക്കുടിയിൽ നടത്തിയ വിവാദപരമായ പ്രസംഗത്തിന്റെ ഓഡിയോ ടേപ്പ് ഇവിടെ ഇതോടുകൂടി പോസ്റ്റ് ചെയ്യുകയാണ്. ഒന്ന് കേൾക്കണം കേട്ടോ, ആരും മിസ് ചെയ്യാതെ മൊത്തം ഇരുന്നൊന്ന് കേട്ട് നോക്കുമ്പോൾ വിശകലയുടെ ഡബിളും ത്രിബിളും സ്റ്റാൻഡും മനസ്സിലാക്കാൻ പറ്റും. ഇനി കഴിഞ്ഞില്ല ഈ പട്ടിണിക്ക് നമുക്ക് ആഴത്തിലൊന്ന് ചിന്തിച്ചു നോക്കണം. എങ്ങനെ ഹിന്ദുവിന് പട്ടിണി വരുന്നു? ഹിന്ദുവിന് പണമില്ലേ? പണമുണ്ട്. ഗുരുവായൂർ, ശബരിമല, വൈക്കം, ഏറ്റുമാനൂര് പോലുള്ള മഹാക്ഷേത്രങ്ങളിൽ കോടികളാണ് മുങ്ങിഞ്ഞു കിടക്കുന്നത്. പാവപ്പെട്ട ഞാനും നിങ്ങളും നമുക്ക് കൂട്ടായി ദൈവമല്ലാതെ മറ്റാരുമില്ല എന്ന ചിന്തയില് കണ്ണീരിൽ കുതിർന്ന നാണയത്തുട്ടുകൾ കൊണ്ടുപോയി ഭണ്ഡാരത്തിലിട്ട് കോടികൾ അവിടെ വരുത്തുന്നുണ്ട്. ഗുരുവായൂരെ ഒരു മാസത്തെ നടവരവ് രൂപ മാത്രം ഒന്നിച്ചിരാനും കോടിയാണ്. എവിടെ പോകുന്നു ഈ പണം എന്ന് ഈ നിൽക്കുന്ന ഹിന്ദുക്കൾക്ക് എപ്പോഴെങ്കിലും ചോദിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ അങ്ങാടിയിൽ ഇരിക്കേണ്ട ഗതികേട് നിങ്ങൾക്ക് വരുമായിരുന്നില്ല.
ആദ്യം മുതൽ കുറ്റവാളിയാണ്. എവിടെ അതൊന്നും മനസ്സിലാവുന്നില്ല. ഈ ശബരിമലയിലെയും ഇവരുടെയൊക്കെ പൈസ ഖജനാവിന് തട്ടിയെടുക്കുന്നു, ഹിന്ദുക്കൾ തെരുവിയിരിക്കുന്നു. എന്ത് പ്രസംഗമാണ് മേഡം? ഇതൊക്കെ ഒരു പ്രസംഗം തന്നെ ആണോ? ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഒരു മതത്തിന്റെ പേരിൽ കുത്തിക്കൊടുക്കുന്ന വിഷം. മനസ്സിലായോ? ഞാൻ എന്താ പറയണ്ടേ, വെറുക്കുന്നുണ്ട് ഈ ഒരു സ്ത്രീയെ ശരിക്കും. ഈ പണം അന്വേഷിച്ചിട്ടുണ്ടോ? ഇടാൻ മാത്രമല്ല നമുക്ക് ബാധ്യതയുള്ളൂ. മാസാവസാനം ഭണ്ഡാരം പൊളിക്കുമ്പോ ഭഗവാൻ കൃഷ്ണൻ മഞ്ഞപ്പെട്ട് വിരിച്ചിട്ട് ഇങ്ങോട്ട് ഇട്ടോളൂ പറഞ്ഞു കൊണ്ടുപോകുന്നുണ്ടോ? അതാണോ ഹിന്ദുവിന്റെ ചിന്ത? അവിടെ കുമിഞ്ഞു കൂടുന്ന കോടികളും സ്വർണവും വെള്ളിയും ഏതിലെ പോകുന്നു? ഗുരുവായൂർ ഒരു മണ്ഡലകാല ശബരിമലയിൽ ഒരു മണ്ഡല സീസൺ കഴിഞ്ഞാൽ നേരിട്ട് സർക്കാർ ഖജനാവിലേക്ക് എത്തുന്നത് 3000 കോടി രൂപയാണ്. ഹിന്ദുവിന്റെ അമ്പലങ്ങൾ അത്രയും പിഴിഞ്ഞെടുത്ത് ഹിന്ദുവിന്റെ പട്ടിണിയിലേക്ക് തള്ളിയിട്ട് കന്യാസ്ത്രീകളുടെ ഇരയാക്കി മാറ്റുമ്പോ ഇതുവരെ പ്രതികരിക്കാൻ നമുക്ക് സാധിച്ചിരുന്നെങ്കിൽ. കന്യാസ്ത്രീയുടെ ഇരയോ? എന്തോന്നാണ് ഈ പറയുന്നേ? ഇവരെന്തോ പറയുന്നത് പോലും എനിക്ക് അങ്ങോട്ട് പിടികിട്ടുന്നില്ല. എങ്ങനെ വളച്ചൊടിക്കുന്നത് ഇതൊക്കെ? നമുക്ക് വഴിയെടുക്കേണ്ടി വരുമായിരുന്നില്ല. ഇനി എടുത്തേ പറ്റൂ. എന്നെ പിടിവിട്ടുപോയി. തീർച്ചയായിട്ടും കഴിഞ്ഞ നിരവധി വർഷങ്ങളായി സംഘപരിവാർ ശക്തികൾ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കള്ളപ്രചരണം ഇത് ഒരു സത്യാവസ്ഥയും ഇല്ലാത്ത ഒന്നാണെന്നും വാസ്തവവിരുദ്ധമായ ഒന്നാണെന്നും നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായിരിക്കുകയാണ്. അപ്പോൾ തങ്ങൾ ഒരിക്കലും അത് പറഞ്ഞിട്ടില്ല എന്നുള്ള വാദമുഖം കൂടി, ശശികല ടീച്ചറുടെ വാദമുഖം കൂടി ഈ ഓഡിയോ ടേപ്പോടുകൂടി പൊളിയുകയാണ്. ചേച്ചി, എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ റിയാക്ട് ചെയ്യുന്നതിന് മുമ്പേ പുള്ളിക്കാരൻ പണ്ട് റിയാക്ഷൻ തുടങ്ങിയ ഒരു വ്യക്തിയാണെന്ന് തോന്നി ഈ പറഞ്ഞ വീഡിയോ സതീശൻ. ഓക്കെ, എന്തായാലും കൊള്ളാം. ഇനി എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് കണ്ടറിയാം. എനിക്ക് എല്ലാ ജനങ്ങളോടും ഒന്നേ പറയാനുള്ളൂ, ഇതുപോലുള്ള ആൾക്കാരെ അടുപ്പിക്കരുത്. എൻ്റെ പൊന്നെ, അത്രേ ഞാൻ പറയാനുള്ളൂ. നമുക്ക് ഹിന്ദു എന്നില്ല, മുസ്ലിം എന്നില്ല, ക്രിസ്ത്യൻ എന്നില്ല, എല്ലാവരും ഒരുപോലെ മാത്രം. എന്താ പറയണ്ടേ, ശശികലയെ പോലുള്ള കുറേ ആൾക്കാരുണ്ട്. പിന്നെ അത് മാത്രമല്ല, മുസ്ലിംസിൻ്റെ ഇടയിലാണെങ്കിൽ പോലും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് ഒരു യൂട്യൂബർ സംസാരിക്കാനുണ്ടായ ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരാൾ, അൽത്തു എന്ന് പറയുന്നത്, അവൻ വധിച്ച് വിട്ട്. ഞാനൊരു കാര്യം പറയാം, ജാതി മതവും ഈ ഒരു കാലഘട്ടത്തിൽ ആരും നോക്കാറൊന്നുമില്ല. മനുഷ്യനായിട്ട് കാണാനേ പഠിക്കത്തുള്ളൂ. ഇപ്പോഴത്തെ പിള്ളേർ അങ്ങനെയാണ്. ആ ഒരു കാര്യത്തിൽ ഇപ്പോഴത്തെ പിള്ളേർക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ എൻ്റെ പൊന്നു ശശികല, ഇത് കാണുവാണെന്ന് എനിക്കറിയത്തില്ല. നാളെ റോഡിലൊന്ന് വീണ് കിടക്കുമ്പോൾ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്ന സമയത്ത് ഒരു ബ്ലഡ് ഇപ്പോൾ ശശികലയുടെ എനിക്ക് അറിയത്തില്ല ഏത് ബ്ലഡാണെന്ന്. ഇനി ആ ഒരു ബ്ലഡിന് ഏത് ഗ്രൂപ്പാണെന്നും എൻ്റെ പൊന്നോ ഇനി ഇല്ലാത്ത ഗ്രൂപ്പാണെന്നും പറയാൻ പറ്റത്തില്ല. ഒരു തുള്ളി ചോരയ്ക്ക് വേണ്ടി നടക്കുമ്പോൾ അവിടെ ഹിന്ദുന്നോ മുസ്ലിംന്നോ ക്രിസ്ത്യനോ ചോദിക്കുമോ? നിങ്ങൾ ചോദിക്കുമോ? ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, ഇത് കാണുമെന്ന് എനിക്കറിയാം. ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ അങ്ങനെ ചോദിക്കുമോ? ഇല്ല. ഇവരെ എനിക്ക് ചോദിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ ചോദിക്കാൻ തന്നെ ഉണ്ട്. അല്ല ബ്ലഡ് കൊണ്ടുവരുവാണെങ്കിൽ അതിനകത്ത് പ്രത്യേകം ഒട്ടിക്കണം ഹിന്ദുക്കളുടെ ബ്ലഡ്. അത് ചിലപ്പോൾ അങ്ങനെ വരെ ചെയ്യും ഇവറ്റകളൊക്കെ. ആ വരെ ഇനമാണ്. ഞാനങ്ങ് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. കാരണം ശശികല അതുപോലെ വെറുപ്പിക്കുന്നുണ്ട് ജനങ്ങളെ, അതുപോലെ വെറുപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതുപോലുള്ള പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കുക, അത്രയും ഞാൻ പറയുന്നുള്ളൂ. പക്ഷേ പട്ടിയുടെ ഭാര്യ പന്തിരാടം കൊള്ള കുഴലിട്ടാലും നൂരത്തില്ലെന്ന് പറയുന്ന പോലെ നൂരത്തില്ല. ഞാൻ ഒരു പക്ഷേ ഇവരെക്കുറിച്ച് പറയുവാണെങ്കിൽ ഞാൻ നല്ല രീതിയിൽ ചിലപ്പോൾ എൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഞാൻ വിട്ട് സംസാരിക്കേണ്ടി വരും. ജനങ്ങളെ വെറും ഉണ്ണാക്കരാക്കുന്ന രീതിയിലുള്ള സംസാരവും കാര്യങ്ങളും ഒന്നും വരരുത്. പോസ്റ്റ് ഇടരുത്. കുറേയൊക്കെ കുറയ്ക്കണം. റീച്ചിന് വേണ്ടിയാണെങ്കിൽ നിങ്ങൾ തന്നെ ജനങ്ങളുടെ മുമ്പിൽ വെറുക്കപ്പെട്ടു പോകുന്ന ഒരു വ്യക്തിയാവും. വെറുക്കപ്പെട്ട ജനങ്ങളെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യില്ല. 100% ഷുവറാണ് ഞാനീ പറയുന്നത്. എന്തായാലും കേരളത്തിലെ ജനങ്ങളായ നിങ്ങളോട് ഞാനൊരു ചോദിക്കുകയാണെങ്കിൽ ഇവരെ പോലുള്ളവർക്ക് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഇവർ പറയുന്നതിൽ എന്തെങ്കിലും ശരിയുണ്ടോ? പ്രത്യേകിച്ച് ഈ അബ്ദുൾ റഹീം സംബന്ധമായിട്ടുള്ള വിഷയത്തിൽ എന്തെങ്കിലും ശരിയുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറ. നമുക്ക് ബാക്കി കാണാം. ഓക്കെ, അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവരൊന്ന് ഫോളോ ചെയ്യുക. പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക. ലൈക്ക് ചെയ്യണം. എന്തായാലും എല്ലാവരും ലൈക്ക് അടിക്കണം. ഈ സാധനത്തെ വെറുക്കുന്നവർ മാത്രം ഒന്ന് ലൈക്ക് അടിക്കുക. എന്തായാലും വീഡിയോ മൊത്തം കാണുക. ബൈ, ലവ് യു ഓൾ ഗൈസ്.